ഓരോ ഖുതുബയും നമുക്ക് ജീവൻ നൽകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പലതും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം മാത്രം എടുത്താൽ മതി. നമ്മൾ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വളരെ നിസ്സാരമായ ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങുന്ന മനുഷ്യന്മാരാണ്. ഉറക്കമെന്നുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവിടുന്ന് അങ്ങോട്ട് ആ പ്രഭാത സമയം മുതൽ വീണ്ടും ആ വിരിപ്പിലേക്ക്, കട്ടിലിലേക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഒരു ദിവസത്തെ സുദീർഘമായൊരു സമയമുണ്ട്. ആ സമയത്തിനിടയിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നൊരു മനുഷ്യൻ, അവിടെയുള്ള മര്യാദകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ സംസാരിക്കും. ഉറക്കത്തിൻ്റെ ഇടയിൽ ഒരാൾ പെട്ടെന്ന് ഉണർന്നു, അയാൾ പേടിച്ചുണർന്നു, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് ഉണർന്നു, അയാൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇസ്ലാമിനൊരു മര്യാദയുണ്ട്. ഇസ്ലാമിനൊരു മര്യാദയുണ്ട് എന്ന് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യത്തിൻ്റെ സന്ദർഭം അവിടെയുണ്ട്. അതെങ്ങാനും ആത്മാർത്ഥമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ ഉറങ്ങി, അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റാൽ അവൻ ഇപ്രകാരം പറയട്ടെ: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബാക്കി വാചകങ്ങൾ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗഫിർലി. എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രാർത്ഥനയിലെ ഒരു വാചകം പോലും പുതുതായി ഈ പള്ളിയിലിരിക്കുന്ന ഒരാൾക്കും പഠിക്കേണ്ടതുണ്ടാവില്ല. എല്ലാവർക്കും അറിയത് അത്രമാത്രം പരിചയമുള്ള പദങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗഫിർലി. എന്താ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, ഈ പ്രാർത്ഥന നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ്? മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തആറ മിനൽ ലൈൽ, രാത്രിയിൽ ഒരാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഉറക്കമുണർന്നു. അങ്ങനെ അയാൾ ഈ പ്രാർത്ഥന നിർവഹിച്ചു. അങ്ങനെയാണ് എങ്കിൽ ആ പ്രാർത്ഥന അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹുവിനോട് പറയുന്ന വാചകം അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്നാണ്. അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അടുത്ത വാചകം കേട്ടോളൂ. ഔ ഖാല സുമ്മ ദഅ, എന്നിട്ട് അവൻ എന്തെങ്കിലും കാര്യത്തിൽ, അത് കഴിഞ്ഞ് അവൻ പ്രാർത്ഥിക്കണം, എന്തെങ്കിലും കാര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, അവൻ ഉത്തരം കിട്ടും, അവൻ ഉത്തരം ലഭിക്കും. ഇനിയോ അവൻ ഉറക്കം എഴുന്നേറ്റു, പെട്ടെന്നാണ് എഴുന്നേറ്റത്, അവൻ ഈ പ്രാർത്ഥന നിർവഹിച്ചു, അവൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ഇനി അവൻ വേഗം വുളു ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ അവൻ രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുകയാണ്. ഖുബിലത്തു സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ? രാത്രി നമ്മൾ പെട്ടെന്ന് ഉണർന്നതാണ്, ഉണർന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ പ്രാർത്ഥന നിർവഹിക്കുക. ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള കാര്യം, ഹലാലായ എന്ത് കാര്യത്തിനും പ്രാർത്ഥിച്ചോളൂ, അതിന് ഇജാബത്തുണ്ട്. എൻ്റെ വാചകല്ല, ഉപരിലോകത്തുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അവന്റെ പ്രവാചകനിലൂടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ കളവ് പറയൂ? ആ നബി പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു നിങ്ങൾക്കത് നൽകും. എന്തൊക്കെ പ്രശ്നം നമുക്കൊക്കെ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു അമലാണിത്. ഈ പ്രാർത്ഥന അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ പള്ളിയിലെ ഖുത്ബകൾ ലഭിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അറിയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ പള്ളിയുടെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ആ ഗ്രൂപ്പിൽ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യും. ഇനിയുള്ള എല്ലാ ഖുത്ബകളിലും വരുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ കിട്ടും. അത് നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, വീട്ടുകാരെ പഠിപ്പിക്കണം.